ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുറ്റങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ. ആകെ അലങ്കോലമായി കിടക്കുക. കാരണം എന്താ വെച്ചാൽ പച്ചക്കറിയും ചെടികളൊക്കെ മിക്സ് ആയിരുന്നു. എന്തൊക്കെയോ പല കോലത്തിലായിട്ടുണ്ട്. പെരിച്ചായകൾ മാന്തിക്കാണ്ട് മണ്ണ് അങ്ങോട്ടും ഇട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ പല കോലത്തിലാണ്. അപ്പോൾ ഏതായാലും ഞാൻ നന്നാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. 2 ദിവസം എന്തായാലും പിടിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ ചട്ടികളൊക്കെ ഇപ്പം ഇങ്ങനെ നിലത്തേക്ക് വെച്ചതാട്ടോ. ഇതൊക്കെ നമുക്ക് എടുത്ത് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ്ട്. അപ്പോൾ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്. അപ്പോൾ അത് തിരക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി ഇരിക്കണം. ഇപ്പോൾ ഫ്രീ ആയാൽ ഇനി വീട്ടു ജോലികളും ഉണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെയാണ്. ഇനി നമുക്കിതൊന്ന് നല്ല ഉഷാറാക്കണ്ടേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് എത്ര ദിവസം പിടിക്കുമെന്നറിയില്ല, വീട്ടുജോലിയും ഇതും കൂടി ആയതുകൊണ്ടേ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് കേട്ടോ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ. 2 ദിവസത്തെ പണി ഉണ്ടെങ്കിലും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു കുളിർമ അല്ലേ. അത് നമ്മൾ ഇങ്ങനെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അല്ലേ, അങ്ങനെ തന്നെ. അപ്പോൾ കാണുന്ന നമുക്കായാലും മറ്റുള്ളവർക്കായാലും ഒക്കെ ഒരു പോസിറ്റീവ് എനർജി ഒരു തോന്നിക്കും അല്ലേ. നല്ല വൃത്തി, ഒരു നല്ലൊരു പച്ചപ്പും വൃത്തിയിൽ കൊണ്ടൊക്കെ നടക്കുമ്പോൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ചെറിയ സ്ഥലത്ത് കാണുന്ന എൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ് ഇത്. എനിക്കിപ്പോഴത്തെ ഒരു പച്ചക്കറിക്കുള്ള കർഷക അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ചെറിയ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ളത് കുടുംബശ്രീയിൽ നിന്ന്. അപ്പോൾ എന്താ പറയുക, ഉള്ള സ്ഥലത്ത് അത്രയും പരിമിത സ്ഥലങ്ങളിൽ ഒരുപാട് പച്ചക്കറി എനിക്ക് കുഴിച്ചിടാൻ പറ്റിയിട്ടുണ്ട്. നന്നാക്കിയപ്പോൾ കുറച്ച് കല്ല് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്തു, ഇതിനിങ്ങനെ ഒരു തട ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലീനിങ് ഡേ. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.